നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂരിലെ തോൽവിയുടെയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും സ്ഥാനങ്ങൾ രാജിവെച്ചു. തോൽവിയെ തുടർന്ന് തൃശൂർ DCCയിലുണ്ടായ കൂട്ടടിയുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വം ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിനു പിറകെയാണ് ഇരുവരുടെയും രാജി. കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഇരകൾക്ക് നീതി വൈകുന്നതിന് കാരണമാകുമെന്ന് പാലക്കാട് സെഷൻസ് ജഡ്ജ് K അനന്തകൃഷ്ണൻ നാവട. കേരളത്തിൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച വർദ്ധിക്കുന്നു. പാലക്കാട് കുടുംബ കോടതി സമുച്ചയം നാടിന് സമർപ്പിച്ചു. വടക്കഞ്ചേരി പാർലിക്കാട് ഇരുചക്ര വാഹനവും ബൊലേറോയും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് മുള്ളൂർക്കര ഇരുനിലംകോട് സ്വദേശി രാജേഷ്. കുന്നംകുളം പന്നിത്തടത്ത് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂരിലെ തോൽവിയുടെയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും സ്ഥാനങ്ങൾ രാജിവെച്ചു. തോൽവിയെ തുടർന്ന് തൃശൂർ DCCയിലുണ്ടായ കൂട്ടടിയുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വം ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിന് പിറകെയാണ് ഇരുവരുടെയും രാജി. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിലുണ്ടായ പോസ്റ്റർ യുദ്ധവും തുടർന്ന് DCC ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിനും പിന്നാലെ DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ഡൽഹിയിലെത്തി KPCC നേതൃത്വത്തെ കണ്ടിരുന്നു. തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി DCCയിലെ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ജോസ് വള്ളൂർ ഡൽഹിയിലെത്തിയത്. പക്ഷേ രാജിയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി. പിന്നീട് ഇന്നുച്ചയോടെ DCC ഓഫീസിലെത്തിയ ജോസ് വള്ളൂരിനെ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. തുടർന്ന് DCC ഓഫീസിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ജോസ് വള്ളൂർ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധാർമ്മികതയുടെ പേരിൽ അധ്യക്ഷസ്ഥാനം രാജിവെക്കുന്നുവെന്നാണ് ജോസ് വള്ളൂർ യോഗത്തിൽ പറഞ്ഞത്. ഇതിനിടെ DCC ഓഫീസിലേക്ക് എത്തിയ UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് മാധ്യമങ്ങളോടും തന്റെ രാജിക്കാര്യം വ്യക്തമാക്കി. നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല, മറിച്ച് ധാർമ്മികതയുടെ പേരിലാണ് UDF ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതെന്ന് MP വിൻസെന്റ് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തൃശൂർ ജില്ലാ ഓഫീസിലുണ്ടായ തൃശൂർ DCC ഓഫീസിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജില്ലയ്ക്ക് കോൺഗ്രസിന്റെ പേരിൽ ഒരു അവമതിപ്പുണ്ടായിരിക്കുകയാണ്. ആ അവമതിപ്പ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വലിയ ക്ഷീണത്തിലാക്കും എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അപ്പോൾ രാജി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലാണ് എനിക്ക് ആദ്യം അറിയിക്കേണ്ടത്. എനിക്കങ്ങനെ വേറെ പേടിയും ഉണ്ടാവുള്ളതായിട്ടൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മളിതിനകത്ത് ഉണ്ടായിരുന്നില്ല, ഞങ്ങളാരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതായിരുന്നു, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ലാത്തതാണ്. അതേസമയം കൂട്ടത്തല്ലിനും രാജിക്കും ശേഷം ഇതുവരെയും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ജോസ് വള്ളൂർ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഇരകൾക്ക് നീതി വൈകുന്നതിന് കാരണമാകുമെന്ന് പാലക്കാട് സെഷൻസ് ജഡ്ജ് K അനന്തകൃഷ്ണൻ നാവട. പാലക്കാട് കുടുംബ കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച വർദ്ധിച്ചു വരികയാണ്. വിവാഹപൂർവ്വ കൗൺസിലിംഗ് അത്യന്താപേക്ഷിതമാണ്. അതിമോഹവും ജീവിത പരിധികളും ലംഘിക്കപ്പെടുന്നതാണ് കുടുംബ ബന്ധങ്ങളിലെ അകൽച്ചയ്ക്കും അസ്വാരസ്യങ്ങൾക്കും ഇടയാക്കുന്നത്. കൗമാരപ്രായക്കാർക്കിടയിൽ നിന്നും കൗൺസിലിംഗ് ആരംഭിക്കണമെന്നും K അനന്തകൃഷ്ണ നാവട പറഞ്ഞു. അപ്പോൾ ഓരോ പ്രശ്നം വരുമ്പോൾ അത് പരിഹരിച്ചിട്ട് മുമ്പോട്ട് പോകണം. അതിന് തുടർച്ചയായിട്ടുള്ള ശ്രമം വേണം. ആ ശ്രമം ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത് 100% ശരിയാണ്. അത് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ പ്രത്യക്ഷത്തിൽ കാണുന്നത് വളരെ ശരിയൊരു ഭാഗം മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനേക്കാൾ കൂടുതൽ അറിയാം. കാരണം ഇവിടെ പറയാൻ പറ്റുന്നത് പറയാൻ പറ്റാത്തതുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പാലക്കാട് ജില്ലാ കോടതി സമുച്ചയത്തിന് സമീപമാണ് കുടുംബ കോടതി കെട്ടിടവും നിർമ്മിച്ചിട്ടുള്ളത്. പാലക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് CJ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഫാമിലി കോടതി ജഡ്ജി CJ ഡെന്നി, അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് R വിനായക,
അസോസിയേഷൻ സെക്രട്ടറി വിനോദ് കൈനാട്ട്, ജില്ലാ കോടതി ജൂനിയർ സൂപ്രണ്ട് CB ശങ്കർ, മുതിർന്ന അഭിഭാഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കഞ്ചേരി പാർലിക്കാട് ഇരുചക്ര വാഹനവും ബലേറയും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മുള്ളൂർക്കര ഇരുന്നലങ്കോട് സ്വദേശി 47 വയസ്സുള്ള രാജേഷാണ് മരിച്ചത്. പാർലിക്കാട് പാടത്തിന് സമീപം രാവിലെ 9:30 അപകടം. മുള്ളൂർക്കര ഇരുന്നലങ്കോട് സ്വദേശി 47 വയസ്സുള്ള രാജേഷാണ് അപകടത്തിൽ മരിച്ചത്. സ്റ്റാർ പ്ലാസ്റ്റിക്സിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന യുവാവ് ബൈക്കിൽ ജോലിക്കായി പോകുന്നതിനിടയിൽ തൃശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബൊലേറോ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടന്ന് റോങ് സൈഡിൽ കയറി രാജേഷിന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. പാതയോരത്തെ മരത്തിലിടിച്ചാണ് നിയന്ത്രണം വിട്ട ജീപ്പ് നിന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജേഷിനെ നാട്ടുകാരും ആക്സ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ പ്രദേശത്ത് പാതയോരത്തുള്ള അനധികൃത വഴിവാണിഭവും അനധികൃത പാർക്കിങ്ങും ദൂരക്കാഴ്ച മറയ്ക്കുന്നതായി ഡ്രൈവർമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം പന്നിക്കടുത്ത് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. എരുമപ്പെട്ടി തോന്നല്ലൂർ മത്തായി മുളയ്ക്കൽ വീട്ടിൽ 59 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. കടങ്ങോട് സ്വദേശി സിൻഡോ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളത്തു നിന്ന് തോന്നല്ലൂരിലേക്ക് പോകുന്നതിനിടെ മാത്തൂർ പാടശേഖരത്തിന് സമീപം വെച്ച് നായ ഓട്ടോറിക്ഷയുടെ കുറുകെ ചാടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബാലനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുരോഗമന കലാസാഹിത്യ സംഘം വാണിയംകുളം പഞ്ചായത്ത് കമ്മിറ്റി കഥാസദസ്സ് സംഘടിപ്പിച്ചു. പൂക്കാസ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമിതി അംഗം E. രാമചന്ദ്രൻ കഥാസദസ്സിൽ മോഡറേറ്ററായിരുന്നു. ശ്രദ്ധാബാലൻ കവിത ചൊല്ലി. കാരൂർ നീലകണ്ഠപിള്ളയുടെ അന്നത്തെ കൂലി, വിനോദ് കൃഷ്ണന്റെ ബേപ്പൂർ കേസ്, D. ശ്രീശാന്തിന്റെ പ്രവിശ്യ യുദ്ധം, പ്രജിത് പനയൂരിന്റെ പരേഡ് തുടങ്ങിയ കഥകളാണ് ചർച്ച ചെയ്തത്. ലെനിൻദാസിനോട് പോലീസുകാരൻ ചോദിക്കുകയാണ്. പോലീസുകാരൻ ഒരുപക്ഷെ ഇഡിയോ IBO എന്താണെന്നതിൽ കൃത്യമായിട്ട് പറയുന്നില്ല വായിച്ചോർക്കാൻ. ഒരുപക്ഷെ ഇന്റലിജൻസ് ബ്യൂറോ ആവാം, ED ആവാം. അല്ല, നിങ്ങൾ സോവിയറ്റ് യൂണിയനുമായിട്ട് റഷ്യയുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധമെന്താണ്? ലെനിൻദാസ് എന്ന പേര് കണ്ടു. അപ്പോൾ ലെനിൻദാസ് പറയുകയാണ്, എൻ്റെ അച്ഛൻ കേശവദാസൻ ബേപ്പൂർ വിട്ട് എങ്ങോട്ടും പോയിട്ട് എവിടേക്കും സഞ്ചരിക്കാത്ത ആളാണ്. എന്നാൽ കേശവദാസൻ പത്തയമാരികൾ ഉണ്ടാക്കുന്ന ആളാണ്. DP നിർമ്മല, M. സേതുമാധവൻ, ഹരിശങ്കർ മുന്നൂർക്കോട്, C. ലക്ഷ്മീദേവി തുടങ്ങിയവർ കഥകൾ അവതരിപ്പിച്ചു. കഥാസാഹിത്യത്തിൻ്റെ ഉൾക്കാമ്പുകൾ തൊട്ടറിഞ്ഞ ചർച്ചയിൽ DB രഘുനാഥ്, O. കുമാരൻ, D. ശ്രീശാന്ത്, പ്രജിത് പനയൂർ, ഹരിദാസ് മങ്ങോട്ടിൽ, രാജലക്ഷ്മി ടീച്ചർ, KM മഞ്ജുഷ, രജനി, ദേവദാസൻ, ശ്രീജ രാജേഷ്, K. ഉണ്ണികൃഷ്ണൻ, സ്മിത, നന്ദിനി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. P. രവി സ്വാഗതവും DB ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു. VR അർച്ചന, VK സുശീല തുടങ്ങിയവർ കവിത ചൊല്ലി. DR നവീന, VS ഹൃദ്യ, ജിഷ ടീച്ചർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഡിവൈഡർ ഇല്ല. 4 റോഡുകളുടെ സംഗമ കേന്ദ്രമായ മാത്തൂർ ചുങ്ങമന്തം സെന്റർ അപകട ഭീഷണിയാവുന്നു. 4 റോഡുകൾ സംഗമിക്കുന്ന മാത്തൂർ സെന്ററിൽ ഡിവൈഡർ ഇല്ലാത്തത് വാഹനാപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നിരക്കെ പരാതിയുണ്ട്. കുഴൽമന്നം കോട്ടായി പ്രധാന പാതകളും കുത്തന്നൂർ, പല്ലഞ്ചാത്തന്നൂർ, കണ്ണന്നൂർ എന്നീ റോഡുകൾ സംഗമിക്കുന്ന കേന്ദ്രമാണ് ചുങ്കമന്നം സെന്റർ. എന്നും ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്ന ഈ റോഡിൽ വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്ന കാഴ്ച തന്നെ ഭയപ്പെടുത്തുന്നതാണ്. സ്കൂൾ സമയങ്ങളിലുള്ള വാഹനങ്ങളിലെ തിരക്ക് മൂലം വിദ്യാർത്ഥികൾക്ക് റോഡ് മുറിച്ച് കിടക്കാൻ തന്നെ പ്രയാസമാണ്. 4 റോഡുകളും സംഗമിക്കുന്ന ചുങ്കമന്നം സെന്ററിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. DYFI നേതാവ് സുനിൽ അനുസ്മരണ ക്യാമ്പയിനിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു.
ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാനിത ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇതിനെ നല്ല രീതിയിൽ സഹകരിക്കാറുണ്ട്. ആ സഹകരണത്തിലാണ് നമ്മുടെ ആളുകൾക്ക് കൂടുതൽ രക്തം ദാനം ചെയ്യുന്നതിന് സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്നിപ്പോൾ ജില്ലാശുപത്രിയിലും മറ്റ് ആശുപത്രികളിലും രക്തം അവിടെ കൂടുതൽ ഇല്ലാത്തൊരു സാഹചര്യവും ആയതുകൊണ്ടാണ് നമ്മുടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. എന്തായാലും ആ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് നമ്മുടെ സുനിലിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ മണ്ണൂർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ചടങ്ങിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം രൺദീഷ് മുഖ്യാതിഥിയായി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം ഡോക്ടർ ഷബീബ് പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൾ മുത്തലി, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, ലോക്കൽ സെക്രട്ടറി TR ശശി, മേഖലാ പ്രസിഡന്റ് അജിത് രാജ്, ഈസ്റ്റ് മേഖലാ സെക്രട്ടറി രഘുത്തമൻ, മേഖലാ പ്രസിഡന്റ് രാജേഷ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അസീസ്, മണ്ണൂർ മേഖലാ സെക്രട്ടറി അർജുൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം മുസ്തഫ, ബ്ലോക്ക് ട്രഷറർ KV ഹർകിഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് യൂണിറ്റ് രക്തദാനത്തിന് നേതൃത്വം നൽകി. 40ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്തദാനത്തിൽ പങ്കാളിയായി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഡിവൈഎഫ്ഐ ഷൊർണൂർ പരുത്തിപ്ര യൂണിറ്റ് പഠനോത്സവം സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പഠനോത്സവത്തിൽ ഡിവൈഎഫ്ഐ പരുത്തിപ്ര യൂണിറ്റ് പ്രദേശത്തെ MBBS SSLC +2 വിജയികളെയാണ് അനുമോദിച്ചത്. യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മേഖലാ ട്രഷറർ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ നീലകണ്ഠൻ, CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉണ്ണിനന്ദനൻ, വാർഡ് കൗൺസിലർ ഷൊർണൂർ വിജയൻ, VC ശങ്കരൻ, ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, മേഖലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, പ്രസിഡന്റ് വിവേക് തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം രേവതി നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. NCP മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 25ാമത് സ്ഥാപക ദിനം ആചരിച്ചു. സ്ഥാപക ദിനാഘോഷം ജില്ലാ സെക്രട്ടറി SJN നജീബ് ഉദ്ഘാടനം ചെയ്തു. സ്ഥാപക ദിനാഘോഷ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് K ശങ്കരനാരായണൻ പതാക ഉയർത്തി. മുതിർന്ന അംഗം N മുഹമ്മദ് അലി കേക്ക് മുറിച്ചു. V ഹരിദാസ്, P സൈദലവി, ജലീൽ, TK അസീസ്, NS റിയാസ്, KU നിഷാദ്, A ഇസാഖ്, KB അഫ്സൽ, NYC മണ്ഡലം പ്രസിഡന്റ് KH ആസിഫ്, വാർഡ് മെമ്പർ ഷഫീന നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. ആ അവസ്ഥയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ 9 സീറ്റിൽ നമുക്ക് മത്സരിക്കാൻ ലഭിച്ചു. ആ 9 സീറ്റിൽ 8 സീറ്റിലും സ്വതന്ത്ര ചിഹ്നത്തിൽ ശരത് പവാർ എന്ന വ്യക്തിയുടെ ആ ഒരു പടം മാത്രം ഉപയോഗിച്ചുകൊണ്ട് സ്വതന്ത്ര ചിഹ്നത്തിൽ നമ്മൾ ജയിക്കുകയും 9ൽ 8 സീറ്റ് വിജയിക്കുകയും അവിടെ നമുക്കെതിരെ നിന്ന നമ്മുടെ പഴയ ചിഹ്നം ബ്ലോക്ക് ചിഹ്നത്തെ BJP സഖ്യത്തോടൊപ്പമുള്ള ബ്ലോക്ക് ചിഹ്നത്തെ പരാജയപ്പെടുത്തി 9 സീറ്റിലും നമ്മൾ അവിടെ വിജയം നേടിയിരിക്കുകയാണ്. യോഗത്തിൽ ദേശീയ തലത്തിൽ NCP ശരത് പവാർ വിഭാഗം മത്സരിച്ച 90% സീറ്റിലും വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മണ്ണൂർ കൊട്ടക്കുന്ന് ഗ്രാമജ്യോതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് മുൻ DEO വേണു പൊഞ്ചപ്പാടം ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു ക്ലൂ പൂച്ചോളുടെ വയസ്സ് കണ്ടുപിടിക്കണേട്ടാ, അമ്മക്ക് കണ്ടുപിടിക്കണേ, അമ്മൂന് മാത്രം പോരാ. പൂച്ചോളുടെ വയസ്സുകളെ സംബന്ധിച്ച് നല്ലൊരു ക്ലൂ. അമ്മു, ഈ 3 പൂച്ചോളുടെ വയസ്സുകള് 3 സംഖ്യകളാണല്ലോ ആണല്ലോ. ഇത് തമ്മിലായിട്ട് ഗുണിച്ചാൽ 36 കിട്ടും. ഗ്രാമജ്യോതി ഗ്രന്ഥശാല പ്രസിഡന്റ് P അച്യുതാനന്ദൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് വായനശാലയിലേക്കുള്ള പുസ്തക കൈമാറ്റവും നടന്നു. സെക്രട്ടറി K ഷൗക്കത്ത് അലി, TP സുഭാഷിനി, KS അബ്ദുൽ ജബ്ബാർ, പറളി AEO TR ബിന്ദു, A ബാൽക്കീസ്, K ബാലകൃഷ്ണൻ, TK ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഷൊർണൂർ സെന്റ് തെരേസാസ് LP സ്കൂളിൽ കിൻഡർ ഗാർഡൻ പ്രവർത്തനം ആരംഭിച്ചു. സെന്റ് അഗ്നസ് പള്ളി വികാരി ഫാദർ ഡെബിൻ ജോസഫ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ പ്രവേശനോത്സവം ഇങ്ങനെ ആഘോഷകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അല്ലെ. പുതിയ പുതിയ രീതികളിലാണ് പ്രവേശനോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവേശനോത്സവം നടക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയാണ്. സ്കൂളിലെ കുട്ടിയെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ എൻ്റെ കൊച്ചിന് ഇത്രയും നാളെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്, ഇനി പകല് മുഴുവൻ കൊച്ചു സ്കൂളിലാണ് ആകാൻ പോകുന്നത്. ഒരു കാര്യം പറയാം, എനിക്ക് തോന്നുന്നു ഈ LP സെഷൻ നടത്തുന്ന അധ്യാപകരുടെ പ്രത്യേകത അവരാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. ചടങ്ങിൽ PTA പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ
സി റിനി മരിയ സ്വാഗതം പറഞ്ഞു. ലോക്കൽ മാനേജർ സി ഗ്രേസ് തോമസ്, SMC അംഗം CK മാത്യു, MPTA പ്രസിഡന്റ് അനീസ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ മേരി സൂസൻ ആദ്യമായി വിദ്യാലയത്തിലെത്തിയ കുട്ടികളോടും മാതാപിതാക്കളോടും വിദ്യാലയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അധ്യാപിക PI നീതു നന്ദി പറഞ്ഞു. കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായി. നവാഗതരെ മധുരം നൽകിയാണ് ക്ലാസ്സിലേക്ക് സ്വീകരിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ തോൽവിയുടെയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും സ്ഥാനങ്ങൾ രാജിവെച്ചു. തോൽവിയെ തുടർന്ന് തൃശൂർ DCCയിലുണ്ടായ കൂട്ടടിയുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വം ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിനു പിറകെയാണ് ഇരുവരുടെയും രാജി. കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഇരകൾക്ക് നീതി വൈകുന്നതിന് കാരണമാകുമെന്ന് പാലക്കാട് സെഷൻസ് ജഡ്ജ് K അനന്തകൃഷ്ണൻ നാവട. കേരളത്തിൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച വർദ്ധിക്കുന്നു. പാലക്കാട് കുടുംബ കോടതി സമുച്ചയം നാടിന് സമർപ്പിച്ചു. വടക്കഞ്ചേരി പാർലിക്കാട് ഇരുചക്ര വാഹനവും ബൊലേറോയും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് മുള്ളൂർക്കര ഇരുനിലംകോട് സ്വദേശി രാജേഷ്. കുന്നംകുളം പന്നിത്തടത്ത് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.